ചെവിക്ക താഴെ തന്നെ കിടന്ന ചെവിക്ക നിങ്ങളെങ്ങനെ താഴത്ത് കിടക്കാൻ പോയി? മേലെ കയറി കിടക്കായിരുന്നില്ലേ? എനിക്ക് സമയായിണ്ട്. എന്താ മേലെ സാലിക്കുട്ടി കിടക്കല്ലേ, ഞാൻ താഴത്ത് കിടന്നു. എന്നാലും ആ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ മാറ്റിട്ട് അവിടെ കിടക്കായിരുന്നു. സാധനങ്ങള് ഒന്ന് ഒതുക്കി വെക്കാനുള്ള സമയമൊന്നും കിട്ടിയിട്ടില്ല. മെല്ലെ മെല്ലെ ഓരോന്നും ചെയ്യാം. അതെ, ഇന്നത്തെ ദിവസത്തിന്റെ ഇത് ഓർമ്മയുണ്ട് ഞങ്ങൾക്ക്? എന്തേ? ഇന്ന് 4-ാം തീയതി അല്ലേ? ഈ വീട്ടിന്റെ വാടകയ്ക്കിന്റെ ആള് വരൂലേ, അങ്ങോട്ടേക്കൊരു 4500 കൊടുക്കാനും ഉണ്ട്. പിന്നെ നിങ്ങളേതോ ഒരു ലോൺ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിനൊക്കെ ആയിട്ട് 10,000-6,000 രൂപകൾ കൊടുക്കണ്ടേ. നമ്മളതിലാണെങ്കിൽ ചെലവിന് പോലും പൈസയില്ല. ഞാൻ ചായ വെക്കാന്ന് വെച്ചിട്ട് അടുക്കളയിൽ കയറിയപ്പോ പഞ്ചസാര ഒന്നും ഒഴിക്കണില്ല. എന്താ ചെയ്യാ, നമ്മുടെ അവസ്ഥ എങ്ങനെയായി? ഈ ഒളിച്ചോടി വരുന്നവരൊക്കെ അവസ്ഥ എങ്ങനെയാ ഉണ്ടാവുക? എന്താ ചെയ്യാ, ഒന്നും പറയണ്ട. എന്തേലൊക്കെ ജോലി റെഡി ആവാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഒരു ജോലിയും ഇല്ല. ഇങ്ങനെ ഓരോ പ്രാരാബ്ദവും കടങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ എവിടുന്ന പൈസ എടുത്ത് കൊടുക്കുകയെന്നാണത്. ഇന്നിപ്പോ അവര് വന്ന് എന്ത് ചെയ്യാ, എനിക്കൊന്നും മനസ്സിലാവണില്ല. ഇന്ത്യയിലുള്ള സ്വർണ്ണമൊക്കെ കൊടുത്തിപ്പോ അതിന്റെ പൈസയൊക്കെ കഴിഞ്ഞുണ്ട്. വേറെ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാ ഒന്നും ഇരിക്കണില്ല. സാലിക്കുട്ടിന്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ? എന്തേ? ഒന്നുമില്ല, നമ്മളിങ്ങനെ കല്യാണം കഴിഞ്ഞ് എന്തിനേലും സ്നേഹിച്ച് ഇറക്കി കൊണ്ടുവന്നാണെങ്കിലും എൻ്റെ കാതിലും കഴുത്തിലൊക്കെ ഇത്തിരി പൊന്നുണ്ടായിരുന്നല്ലേ, അത് ഈ ആവശ്യം എന്ന് പറഞ്ഞിട്ട് തന്നെയല്ലേ ഞാൻ ഓരോന്നും വെച്ചിട്ട് അത് എടുത്തു തരാൻ പറ്റിയില്ല. അത് വിറ്റ് അത് ഓരോരോ എന്താ പറയുക, വീടിൻ്റെ അഡ്വാൻസ്, അത് ഇത് നമ്മുടെ ചെലവിന്. വീട്ടിലേക്ക് വരുമ്പോൾ ഒരു പാത്രമെങ്കിലും ഉണ്ടായിരുന്ന ചായ വെക്കാനായിട്ട്, അതൊക്കെ നിന്റെ സ്വർണം വിറ്റനല്ലേ വാങ്ങിയത്. പിന്നെയും നിന്റെ അടുത്ത് നിന്ന് വാങ്ങിക്കാന്ന് പറയുമ്പോ അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ അത് നമ്മൾ രണ്ടാളും കൂടിയിട്ട് തന്നെയല്ലേ ഇതാക്കേണ്ടത്. അതിലൊന്നും എനിക്ക് വിഷമമില്ല. ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വന്ന് മുട്ടി നിൽക്കുമ്പോ നമ്മൾ എന്താ ചെയ്യാ? അത് കയ്യിലും വേണ്ടേ കുറച്ച് പൈസ? ചെലവിന് ഒട്ടും ഇല്ലാണ്ട് നമ്മുടെ അവസ്ഥ ഇങ്ങനെയായാലും ഇതായിരുന്നു. അതൊന്നും സാരമില്ല, എനിക്കൊരു ജോലി കിട്ടണത് വരെയല്ലേ, അതുവരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ സഹിച്ചും പിടിച്ചൊക്കെ നിൽക്കാം. കിട്ടിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഏകദേശമൊക്കെ മാറും. ചായ കുടിക്കാൻ പഞ്ചസാര ഇല്ല അല്ലേ? അല്ലെങ്കിൽ രാവിലെ എനിക്കൊന്ന് ചായ കുടിച്ചൊന്ന് ഉഷാറായി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കായിരുന്നു. എവിടുന്ന് പൈസ കടം വാങ്ങാന്ന്. അത് കുഴപ്പമില്ല, ഇന്ത്യയിലൊരു ഉണ്ടിയപ്പാനിരിക്കുന്നുണ്ട്. അത് പൊട്ടിച്ചപ്പോ നമുക്ക് 10-200 രൂപയോളം കിട്ടും. അതിൽ നിങ്ങൾ പഞ്ചസാര എന്തെങ്കിലും വെച്ചിട്ട് ഞാൻ ചായ വെച്ച് തരാം. വരുമ്പോ 1 കിലോ റവയും മേടിച്ചു, ഉപ്പുമാവ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് രാവിലത്തെ ഭക്ഷണം നോക്കാം. ശരി, എന്നാ പിന്നെ സാലിക്കുട്ടിയെ പൈസ എടുക്കും, ഞാൻ പോയി പഞ്ചസാര കൊണ്ട് ഞാൻ മടക്കി കൈമോൻ കഴിക്കിട്ടോ, അതിനടുത്തരാ. ചെബിക്ക് ഈ വിറകിന്റെ ഇടയിൽ ഒന്ന് നിക്കുക, ഞാൻ അവിടേക്ക് നിൽക്കുന്നു. ചായ എന്തൊരു വെറൈറ്റി ക്ലാസ്സിലൊക്കെയാണല്ലോ ചായ. ഇതാ ഓണർ താത്തയില്ലേ, അങ്ങോട്ട് എന്നാള് ചായ തന്നില്ലേ നമുക്ക്, അതിന്റെ ക്ലാസ് തിരിച്ചു കൊടുത്തിട്ടില്ല. എന്തെങ്കിലും ഇങ്ങനെ ആലോചിച്ച് വെക്കണോ ഇവിടെ? അല്ല, ഞാൻ ആലോചിക്കണതേ, ഇന്നിപ്പോ എത്ര രൂപ വേണ്ടി വരുന്ന പറഞ്ഞ ഇന്നത്തേക്ക്? ഇന്നത്തേക്കോ? നിനക്ക് ലോണിന്റെ പൈസയും കൊടുക്കണ്ടേ? അതും പിന്നെ ഇവരെ ഓണറിന്റെ ഇതിലേക്കും ഒരു 6,000 ഒക്കെ വേണ്ടി വരും. പിന്നെ നമ്മുടെ ചെലവിനൊന്നുമില്ല. ഞാൻ ആലോചിക്കണതേ, കടം ചോദിക്കാൻ അങ്ങനെ പറ്റില്ല. നാള് മൂത്താപ്പനെ കണ്ടപ്പോഴേ, എന്റെ മൂത്താപ്പയില്ലേ, അവരൊക്കെ ഉണ്ടോ? മൂത്താപ്പനെ കണ്ടപ്പോ മൂത്താപ്പ എന്നാലും പറഞ്ഞിരുന്നു, നീ ഓളയും വിളിച്ചിട്ട് വീട്ടിലേക്ക് പോയോ എന്നൊക്കെ. എന്നെയും കൂട്ടിട്ടോ? നമുക്കൊന്ന് പോയിട്ടേ മൂത്താപ്പാനെ ഒന്ന് കണ്ട് ഇത്തിരി പൈസ ഒന്ന് ചോദിച്ചിട്ട് വന്നാലും ആലോചിക്കുക. ഇവര് നമ്മളെ സഹായിക്കോ? ശ്രദ്ധിക്കൊക്കെ തോന്നുന്നുണ്ട് അങ്ങനെ? അറിയില്ല, പക്ഷെ ഉപ്പാന്റെ സ്വഭാവം ഒന്നുമില്ല മൂത്താപ്പാക്ക്. മൂത്താപ്പ അന്നേ എന്നോട് പാവുന്നതിൻ്റെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പോൾ മൂത്താപ്പ വിളിച്ചതും കൂടിയല്ലേ, നമുക്ക് രണ്ടാളും കൂടി ഒന്ന് പോയിട്ടേ മുത്താപ്പാനെ കണ്ടൊന്ന് സംസാരിച്ച്. ഞാൻ വരണ അങ്ങോട്ട്? എനിക്ക് അവരൊന്നും പരിചയമില്ലല്ലോ. ഇല്ല, അങ്ങനെ തന്നെയല്ലേ പരിചയപ്പെടല്ലേ. നമ്മളെ ബന്ധക്കാരിൽ ആരും ഇതുവരെ അങ്ങനെയൊന്നും വിളിച്ചിട്ടില്ല. മൂത്താപ്പ വിളിച്ചല്ലേ രണ്ടാളെയും, ഒന്ന് പോയിട്ട് വരാം. എന്നിട്ട് കടായിട്ടോ അല്ല എന്തെങ്കിലുമൊക്കെ ആയിട്ടൊന്ന് അത്യാവശ്യമല്ലേ, പൈസ ഒന്ന് ചോദിച്ചു നോക്കാം.
മുത്തപ്പ തരാണ്ടിരിക്കില്ല. മുത്തപ്പനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ചെയ്യാലേ? എനിക്കറിയില്ല അവരെങ്ങനെയാണെന്നൊന്നും. ശരി, ശ്രദ്ധിക്ക പറഞ്ഞ സ്ഥിതിക്ക് നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ? പോയിട്ടൊന്ന് സംസാരിച്ചിട്ട് വരാം അല്ലേ? നമുക്ക് റെഡി ആവാം. ഞാൻ ഉപ്പുമാവ് ആക്കി വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് പോവാന്ന. ശരി, നടക്കേ. ആകെ ഒരു കുഞ്ഞു കണ്ണാടി ഉണ്ട്. അല്ല, ഷെഫിക്ക് എന്താ ഡ്രസ്സൊന്നും മാറ്റുന്നില്ലേ? ഡ്രസ്സ് എന്ത് പറയണ, ആകെ 2 ടീഷർട്ടാണല്ലേ, അതിലൊന്നും അരക്കിട്ടിരിക്കല്ലേ. പിന്നെ ഒന്ന് ഇത് മുത്തപ്പാനെ കെട്ടിക്കല്ലേ, അതൊന്നും കുഴപ്പമില്ല. അതുകൊണ്ട് റെഡി ആയോ? എന്നാ വായി ഇറങ്ങാം. നേരത്തിന് പോയാലേ ആവാൻ ബസ് കിട്ടും. അത് കുറിച്ച് പോവാം. ഇതാ അവിടെ ഇറങ്ങിക്കോ. അധികം നേരം അവിടെ നിക്കൊന്നും വേണ്ടല്ലോ, പോയിട്ട് പോയിട്ട് ഞാൻ വരെ തന്നെ. ഞാൻ വരണ വാ പോവാ, ഇവര് വിളിച്ചതന്നെയല്ലേ. നിങ്ങൾ പോയ കാര്യം എന്തായി? പോയ കാര്യമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഒരാഴ്ചക്ക് ഉണ്ടാവില്ലല്ലോ, നാളെ പോകാനല്ലേ. അതിനിപ്പോ എന്തായാലും നന്നായി. നമുക്കിനിപ്പോ ഒരാഴ്ചക്ക് നമ്മൾ രണ്ടാളും കൂടി ഉണ്ടാവില്ലല്ലോ, അപ്പൊ പിന്നെ കൊഴപ്പല്ല. നമുക്ക് സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്യാം. 6 മണിക്ക് കാലത്ത് പോണം, അതിന്റെ ഉള്ളിൽ വേഗം റെഡി ആക്കണം. അതെ, 6 മണിക്ക് വേണ്ടി വരുമോ? ശരി. അയ്യോ വേഗം. എവിടെ ശ്രദ്ധിക്ക, വീടെത്തുന്ന വന്നിട്ട് ഈ നേരം വരെയും കാണാനില്ലല്ലോ. എവിടെ എനിക്ക് നടന്നു മതിയായി. നടന്ന് കാല് കാണിക്കണ്ട? ഇല്ല, കൊഴപ്പല്ല, പറയാം. ഇപ്പൊ ഓട്ടോറിക്ഷ വിളിച്ച് വരികയാണെങ്കിൽ 10-50 രൂപ അങ്ങനെ കൊടുക്കണ്ടേ? അതാ പിന്നെ ഞാൻ നടന്നു വന്നു. വായോ, എത്താനായി. ഇതാണ് വീട്. ഇതാണോ മുത്തുപ്പാന്റെ വീട്? ശരി, വായോ. അവരില്ല അവിടെ? ഉണ്ടാവും. ഞാനേ ബെല്ലടിക്കാം. വായോ. മൂത്തുപ്പാക്ക് നല്ല സ്നേഹം. അല്ലെങ്കിലും മൂത്തുമാനൊന്നും പരിചയപ്പെട്ടിട്ടില്ലല്ലോ. ഞാൻ പരിചയപ്പെട്ടില്ല. ആരെ കോണിയും ബെല്ലടിക്കണേ? ആരാന്ന് കോളിംഗ് ബെല്ലടിക്കണ്ടല്ലോ? ആരാണോ നോക്കട്ടെ. ഷെഫീഖാണല്ലോ. സഫീഖ? ഏത് സഫീഖ്? ഷെഫീഖാണ്, അനിയന്റെ മോനാണ്. എന്നാള് ഒരു പെണ്ണായിട്ട് ഒളിച്ചോടി പോയിന്ന് പറഞ്ഞില്ലേ. അപ്പൊ അവിടെ വെച്ച് കണ്ടപ്പോ എന്നോട് ഞാൻ പറഞ്ഞു, വീട്ടിലേക്ക് ഒന്ന് വായ കേട്ട രണ്ടാളും കൂടെ എന്ന് പറഞ്ഞു. അപ്പൊ അത് കാരണം അവൻ വന്നിട്ടുണ്ട്. അവരെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നേ? ഇങ്ങനെയൊക്കെ ഒളിച്ചോടി പോണവര് ഇങ്ങനെ തന്നെ ഒറ്റപ്പെടുത്തണം. നിങ്ങൾ എന്തിനാ അപ്പൊ എല്ലാം അവര് വീട്ടുകാരെന്നെ കയറ്റാത്തപ്പോ നിങ്ങൾ ഇങ്ങോട്ട് കയറി വായോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിക്കണ്? എന്തിനാ വിളിക്കണം? ഇങ്ങനെയുള്ളവരൊന്നും വിളിക്കാൻ പാടില്ല, ഒറ്റപ്പെടുത്തി തന്നെ കാണിക്കണം. എനിക്കിഷ്ടമല്ല ഇങ്ങനെയുള്ളവരൊക്കെ. നിങ്ങൾക്ക് പിന്നെ അനിയന്റെ മോനല്ലേ എന്ന് വെച്ചിട്ട് അങ്ങോട്ട് കാസർഗോഡ് വിളിച്ചിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടാവൂല്ലേ? നീ അങ്ങനെയൊന്നും പറയല്ലേ. അവര് കുടുംബക്കാരൊക്കെ വെറുത്തു എന്ന് പറഞ്ഞിട്ട് നമ്മള് കുടുംബക്കാരനല്ലേ. അനിയന് സ്വന്തം മകനല്ലേ, മകനെ പോലെ ഇല്ലേ. അപ്പൊ നമ്മളും കൂടെ പുറത്ത് ഇങ്ങനെ വരുമ്പോ പുറത്ത് പോകുന്നൊക്കെ പറയുമ്പോ അവർക്ക് ഇങ്ങനെ വിഷമമില്ലാതിരിക്കുകയോ? അതൊരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. അവര് വെറുത്താലും നമ്മൾ വെറുക്കാൻ പാടില്ല. അല്ലെങ്കിൽ തന്നെ എനിക്ക് ആ ചെക്കനോട് ഭയങ്കര സ്നേഹമാണ്. നീ ഇപ്പം ചെയ്തുകൊണ്ട് നമ്മൾ തല്ലി പറഞ്ഞു കഴിഞ്ഞാലേ ആ കാര്യം എവിടെ ഉള്ളത്, എവിടെ പോവുകവര് നമ്മളല്ലാണ്ട്. അപ്പൊ ഞാൻ കണ്ടപ്പോൾ വീട്ടിലേക്ക് ഒന്ന് വരാൻ പറഞ്ഞാൽ തെറ്റാണോ? മനസാക്ഷിയുള്ളവരെല്ലാവരും പറയും അങ്ങനെ വരാൻ. ഇന്നാണ് ഞാൻ പറപ്പ് കണ്ടപ്പോഴേ എന്താ കോലം കെട്ടിയിരിക്കുന്നത്, എങ്ങനെ ഉണ്ടാകും ചെക്കനെന്ന് അറിയോ. ബന്ധുക്കാരൊക്കെ അവനെ ഒതുക്കിയൊക്കെ മാറി മാറി കയറേണ്ട പറഞ്ഞാൽ വേറെ വാടകയ്ക്ക് എവിടെയോ താമസിച്ചുകൊണ്ട് ക്ഷീണിച്ചിരിക്കുന്നു ഒരുപാട്. കണ്ടപ്പോൾ തന്നെ എനിക്ക് വിഷമം തോന്നി. പിന്നെ ക്ഷീണിക്കാണ്ടിരിക്കോ? ഉമ്മാനെയും പാപ്പാനെയും വൈരെത്തിച്ചിട്ടേ കൂടപ്പറപ്പുകളെയും തള്ളിയിട്ട് പെണ്ണെ വലുത് പറഞ്ഞ് പോയാലും അങ്ങനെ തന്നെയാ. അതൊക്കെ എല്ലാവർക്കും വരുന്ന കേസല്ലേ. അത് നമ്മൾ പറഞ്ഞ് തർക്കിച്ചിട്ട് എന്താ കാര്യം? നീ പോയിട്ട് വെള്ളം കലക്കി. ഒന്നിന് മാത്രമായ ചെക്കനാണ്. ഒരു പെണ്ണിനെയും കണ്ടിട്ട് ആ പെണ്ണിനെ കണ്ട പിന്നെ പോയില്ലേ ഉമ്മാനും ഉപ്പാനും അവ ആലോചിച്ചോ ഒന്ന്? ആ പെണ്ണെ വലുത് പറഞ്ഞിട്ട് പോയില്ലേ, പിന്നെ നിങ്ങൾക്ക് വലിയത് അവര് ഉപ്പാക്കുമ്മാക്കില്ല. എന്നിട്ടാണ് ഇപ്പൊ കുഞ്ഞിപ്പായ. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇപ്പോഴത്തെ മക്കളുണ്ടല്ലോ, അവര് സ്നേഹിക്കുന്ന മക്കളെ കല്യാണം കഴിച്ചു വെച്ചില്ല അവരിങ്ങനെ തന്നെ അവർ ഒളിച്ചോടി പോവുക ചെയ്യുന്ന. അന്യം മതസ്ഥയൊന്നുമില്ലല്ലോ, അവനവന്റെ മതം തന്നെയല്ലേ കൊണ്ടുവന്നത്. അന്യം ഒരു മതമാണെങ്കിൽ നമുക്കെന്ത് പറയാ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അങ്ങനെയല്ലല്ലോ. കുഴപ്പമില്ല, അതൊക്കെ ജീവിച്ചോളൂ. നീ ഒരു വെള്ളം കലക്കി വെച്ചോളൂ. കേറിയിട്ടില്ല വെള്ളം കലക്ക്. അവരിങ്ങോട്ട് വാതിൽ തുറക്ക ഫസ്റ്റ്, എന്നിട്ട് ഞാൻ വെള്ളം കലക്കിക്കൊണ്ടു. കേറി വന്നിട്ടില്ല അപ്പഴേക്കും വെള്ളം കലക്ക്. എന്താ കാശനെ പൊടിനെ പൊളിച്ചത്? ശരി, തുറക്ക്. ഇവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പൊ അവര് കയറി വന്നിട്ട് അവരുടെ മുന്നിൽ വല്ലതും പറയണോ? എന്താ വിളിക്കാനും മൂത്തക്കൊന്നും ഇല്ല ഇവിടെ. രണ്ടാട്ടം കോണിംഗ് ബെൽ അടിച്ചില്ല, ഉണ്ടാവുമല്ലോ. അത് ചിലപ്പോ എവിടെയെങ്കിലും ബാക്കിൽ പണിയിലായിരിക്കും. ഒന്നും കൂടി അടിച്ചു നോക്കിയ ചിലപ്പോ ബാക്കിലൊക്കെ ഉണ്ടെങ്കിൽ കോണിംഗ് ബെൽ അടിച്ച പോലും കേൾക്കില്ല, അതായിരിക്കും.
തിരിച്ചു പോവാ നമുക്ക്. ഇല്ലല്ല അവരിപ്പോ വരും. ആ ഇത് ആരിത് പുതിയ ആള് കല്യാണം കഴിഞ്ഞിരിക്കുന്നുണ്ടല്ലോ. വരും വരും. ഞാനേ വാതിൽ തുറക്കാണ്ടായപ്പോ പറയായിരുന്നു ബാക്കിൽ എന്തെങ്കിലും പണി ഉണ്ടായിരുന്നു. മക്കളിരിക്കേ. ആ മൂത്തുപ്പാൻ എന്താ വിശേഷം? നല്ല വിശേഷം, സുഖം. മക്കളുടെ വിശേഷം എന്താ? സുഖല്ലേ? സുഖാണ്. മൂത്തുമ്മയോ? അവളിപ്പോ വരും. മുതുപ്പിരിക്കും. കൊറേ കാലമായില്ല അർത്ഥം കണ്ടിട്ട്. അങ്ങനെ വർത്താനം അപ്പൊ ഇരുന്നുള്ളോ, കുറച്ച് നേരം ഇരുന്നപ്പോ നിങ്ങളെ കണ്ടപ്പോ പിന്നെ വേഗം അടിച്ചോണ്ട് വന്നത്. അന്ന് മൂത്തുപ്പാനെ അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ ഞങ്ങളാണെങ്കിൽ എവിടേക്കും പോയിട്ടില്ല. അപ്പൊ ഞാൻ പറയായിരുന്നു സാലിന്റെ അടുത്ത്, മൂത്തുപ്പ നാളെ കണ്ടപ്പോ വിളിച്ചു, പോയിട്ടൊന്ന് വീട്ടു വരെ ഒന്ന് പോയിട്ട് വന്നാലോ എന്ന് പറഞ്ഞപ്പോ അങ്ങനെ അങ്ങോട്ട് ഇറങ്ങിയതാ. മുത്തുപ്പിരിക്കേ. അതെ അങ്ങോട്ട് പോകാറില്ലേ മോടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട്? പിന്നെ അങ്ങോട്ട് പോവാറുന്നില്ല. ഇനിയിപ്പോ ഇത് കഴിഞ്ഞ ശേഷം അവര് ഇങ്ങോട്ട് വിളിയുമില്ല, കോണ്ടാക്റ്റും ഇല്ല. നമ്മൾ അങ്ങോട്ട് പോവാറില്ല. അവര് പിന്നെ അന്നത്തോടുകൂടി പ്രശ്നങ്ങളൊക്കെ ആയതിനു ശേഷം അങ്ങോട്ടും വേണ്ട ഇങ്ങോട്ടും വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചീത്തയൊക്കെ പറഞ്ഞല്ലേ, പിന്നെ അങ്ങോട്ടൊന്നും പോവാറില്ല. ഒക്കെ ശരിയാവും, കുറച്ച് ദിവസം അതങ്ങനെ ഉണ്ടാവും. ചൂട് ഇങ്ങനെ പെട്ടെന്ന് അവർക്ക് ദഹിക്കില്ലല്ലോ, പെട്ടെന്ന് കൊണ്ടുവന്നു കഴിഞ്ഞാല്. അത് കുറെ ഉണ്ടാകുമ്പോ ചൂടാറും, പിന്നെ അവര് ഒക്കെ സ്നേഹിച്ചു തുടങ്ങും, വിളിക്കും. പിന്നെന്താണ് വിശേഷങ്ങളൊക്കെ? വേറെ എവിടെയും പോയില്ലേ നിങ്ങള്? ഞാൻ അന്ന് അവിടെ ഇങ്ങനെ കണ്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത് വീട്ടിലേക്ക് പോരെ, കണ്ടിട്ട് കുറെ ആയില്ലേ, കുടുംബക്കാരും അങ്ങനെ എല്ലാവരും കുടുംബക്കാർ വരത്തും, നമുക്ക് വെറുക്കാൻ പറ്റുമോ? എന്തായി ഉപ്പാന്റെ കാര്യം എന്തായി? നീ അങ്ങോട്ട് പോവാറുണ്ടോ? എന്തെങ്കിലും പറയാറുണ്ടോ അവര്? ഇല്ല, ഉപ്പയും ഒരേ വാശി തന്നെയല്ലേ. അന്ന് ആ പ്രശ്നം നടന്നതിന് ശേഷം ഉപ്പയും വീട് കയറണ്ട പടി കയറണ്ടെന്നൊക്കെ ഉപ്പയും പറിച്ചില്ല. പിന്നെ അങ്ങോട്ടും പോവാറില്ല, അവരെയും കാണാറൊന്നുമില്ല. പിന്നെ ആരും മിണ്ടൊന്നുമില്ല, കുടുംബക്കാരായാലും ആരും മിണ്ടില്ല. പിന്നെ മൂത്തുപ്പ അന്ന് അവിടെ വെച്ച് കണ്ടപ്പോ അങ്ങനെ മൂത്തുപ്പയാണ് അന്ന് മിണ്ടിയതും ഒന്ന് വീട്ടിലേക്ക് വാടാന്നൊക്കെ പറഞ്ഞൊന്ന് വിളിച്ചത്. പിന്നെ നമ്മുടെ കുടുംബക്കാരും ഒന്ന് കണ്ടാൽ പോലും മുഖത്ത് പോലും നോക്കില്ല, അങ്ങ് തിരിഞ്ഞു നടക്കും. കുഴപ്പമില്ല, നമ്മളിപ്പോ സന്തോഷത്തോടെയാണ് ഇരിക്കണത്. ആരും നമുക്ക് ഒരു ദ്രോഹം അങ്ങോട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോണുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ജോലി കാര്യങ്ങളൊന്നും ആയിട്ടില്ല, അതിന്റെ ചെറിയൊരു ബുദ്ധിമുട്ട്, അല്ലാണ്ട് വേറെ ഒരു കുഴപ്പമൊന്നുമില്ല. നമ്മുടെ കുടുംബക്കാരനെ പറ്റി എനിക്ക് അറിഞ്ഞൂടെ. ഒരു നല്ല ഇതിൽ കല്യാണം കഴിച്ച് നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. നീ ഇപ്പൊ പെട്ടെന്ന് തന്നെ ഇങ്ങനെ പെണ്ണ് കൊണ്ടുവരുമ്പോ പിന്നെ എന്തായാലും അവർക്കൊരു ഇതുണ്ടാവും. ഒക്കെ ശരിയാവും, ശരിയാകാതെ എവിടെ പോകണം? ഈ അതൊന്നും ആലോചിച്ചിട്ടേ വിഷമിക്കണ്ട, അതൊക്കെ ശരി. കുറച്ച് താമസം ഉണ്ടാവും, ഒക്കെ റെഡിയാവും. ഞാൻ ഇതുകൊണ്ട് ആലോചിച്ചിട്ട് ഞാൻ ആകെ ഇതൊക്കെ ആയിട്ട് പ്രശ്നമാകാൻ ഇവരാണ് വിരുന്നുകാരല്ലേ? അതാണ് കൊടുക്ക് നോക്ക് കൊടുക്കും. ഇവരാണ് അപ്പൊ കല്യാണം കഴിഞ്ഞവരെന്ന് പറഞ്ഞത് നിങ്ങള്? അത് ശരി. എന്തിനാ മോനെ ഈ പണിക്കൊക്കെ നിന്ന് നീയേ? നിന്റെ വീട്ടുകാരെങ്കിലും നീ ആലോചിച്ചാ? നിന്നെ ആദ്യം ഇവിടെ കൊണ്ടുവരുന്നതിന്റെ മുന്നേ നീ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഒന്ന് ഉപദേശിച്ച് വന്നായിരുന്നു. നീ എന്തിനാ ഇതൊക്കെ പറയാൻ നിക്കണേ? എന്ത് പറയാൻ നിക്കണേ? വന്നല്ലേ ഒരു ഉപ്പാക്കും ഉമ്മാക്കും തന്നെ ഒരു മകന് എങ്ങനെയൊക്കെ കൊണ്ടുവരണം, ഏത് രീതിയിൽ കല്യാണം കഴിക്കണമെന്ന് അറിയുള്ളൂ. ഇവർക്കൊക്കെ എന്തിട്ടാ അറിയണം? ഇവരൊക്കെ എന്താ പറഞ്ഞ പോലെ ഇത്ര ദൂരം വളർത്തി എങ്ങനെ എന്റെ മോനെ എങ്ങനെ കൊണ്ടുവരണം, എന്റെ മോൻ പണിയെടുത്ത് എങ്ങനെ നോക്കണം, ഇപ്പൊ എന്തെങ്കിലും ആ തന്തതള്ളക്കോ കൂടെ പറപ്പുകൾക്കോ ആ വീട്ടിലേക്ക് ഒരു ഉപകാരം ഉണ്ട് അവനെ പറ്റിയിട്ട്? പറഞ്ഞുകൊണ്ടാണ് ഞാൻ വഴി വെച്ച് കണ്ടപ്പോ വരാൻ പറഞ്ഞത്. അത് നിങ്ങൾ തന്നെ അങ്ങനെ, അല്ലാണ്ട് ഒരു കുടുംബക്കാരും ഇങ്ങനെ പോയവർക്കൊന്നും ആരും ഉണ്ടാവില്ല. ഇപ്പൊ ഞാൻ നമ്മളെ വീട്ടിൽ വന്നെന്ന് പറഞ്ഞപ്പോ ഒന്ന് ഇരിക്കും, എന്താ വെള്ളം കലക്കി കൊടുത്തു, ഇത്രേ ഉള്ളൂ. എനിക്കും ഉണ്ട് ദേഷ്യം. എന്തായാലും എന്റെ അനിയന്റെ കുട്ടിയല്ലേ, നിങ്ങളെ അനിയന്റെ മോനായാലും എനിക്കും അതന്നെയല്ല, ഇല്ലാണ്ടാകൂലല്ലോ. അത് ചെയ്തത് ശരിയാണോ? നിങ്ങള് മൂത്തുപ്പായിട്ട് അംഗീകരിക്കുക, അല്ലാണ്ട് ഇതേവരെ ആരും വിളിച്ചില്ല. നിങ്ങളോട് പറയണൊക്കെ പറ്റുന്ന അപ്പുറത്തുനിന്ന് കേട്ട് നിങ്ങൾ എന്നോട് പറയൊന്നും വേണ്ട. അല്ല മോളെ, എന്റെ കുടുംബത്തിൽ ആരും ഇല്ലേ? ഇങ്ങനെ അവനെ വിശ്വസിച്ചിട്ട് നീ എന്ത് വിശ്വസിച്ചിട്ടാ വന്നേ? ഇപ്പൊ അവന്റെ വീട്ടിൽ നിന്ന് അവനെ പുറത്താക്കിയില്ലേ നീ ഒരുത്തിയായ കാരണം? ഇങ്ങനെയൊന്നും ചെയ്യരുത് ട്ടാ. പെൺകുട്ടികളാകുമ്പോഴേ അതത് സമയമാകുമ്പോ കല്യാണം കഴിക്കും, എല്ലാം ചെയ്യും. ഇതെന്തോ ഒരു ചെക്കനെ അവനെ കണ്ടു നീ കൂടെ പോന്നു, എന്റെ വീട്ടുകാർക്ക് എത്ര വേദന ഉണ്ടാകും. അതുപോലെ അവന്റെ കുടുംബം നീ ആലോചിച്ച് നോക്കിയ. ഇപ്പൊ അവിടെ അവന്റെ കുടുംബമില്ല, നിന്റെ കുടുംബമില്ല, ആ ചെക്കനല്ലേ ഇപ്പൊ ഒറ്റപ്പെട്ട് കിടക്കുക. ഇന്നാളത്തെ മൂത്തപ്പ വന്നിട്ട് ഇവിടെ പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമായി. എത്ര സ്റ്റൈലില് എങ്ങനെ നടന്ന കുട്ടിയാണെന്നറിയോ? ഏതോ ഒരു സീരിയലില് ഇവനെ കാണുമ്പോ പറയുന്നത് അപ്പുറത്തെ ചേച്ചി, ആ സഫീഖിനെ കാണുമ്പോ ആ സീരിയലിലത്തെ ഒരു നടനെ പോലെ തോന്നുന്നു, അതിൽ കുട്ടിയെ പോലെ തോന്നുന്നു, അതിലത്തെ കുട്ടിയെ പോലെ തോന്നുന്നു. ഇപ്പൊ കണ്ടാ ശരിക്ക പാടത്തും പറമ്പത്തും പണിക്ക് പോണ കുട്ടിയെ പോലെ. വരുമാനം ഒന്നും ഉണ്ടാവില്ല അല്ലേ? നിങ്ങളെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ. എന്താ മുത്തുമ്മ എങ്ങനെയൊക്കെ പറയണത്? ഞാനും സാലിയും കേൾക്കാത്ത വാക്കുകളോ കേൾക്കാത്ത എന്താ പറയാ അവസ്ഥകളൊന്നും ഇല്ല. ഇവിടെ വന്നപ്പോ മൂത്തപ്പ നല്ല രീതിക്ക് സംസാരിച്ചതിനും
മൂത്തുമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണത്? നമ്മള് എത്രയായി ഇപ്പൊ സാലിക്കുട്ടിക്കായാലും അവരെ വീട്ടില് എത്ര ആൾക്കാരുള്ളതാ. ഇപ്പൊ നമ്മുടെ വീട്ടിലത്തെ അവസ്ഥയും മൂത്തുമ്മക്ക് അറിയാലോ. ഇപ്പൊ ഞങ്ങൾ ഒറ്റപ്പെട്ട് ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ അടുത്തേക്കൊക്കെ വന്ന നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ശരി തന്നെ, നമ്മൾ ചെയ്തതൊക്കെ തെറ്റ് തന്നെയാണ്, ന്യായീകരിക്കണമൊന്നുമില്ല. പക്ഷെ എല്ലായിടത്തും പോകുമ്പോഴും ഇങ്ങനെ 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 തന്നെ കേൾക്കുമ്പോ വിഷമം തന്നെയല്ലേ? വിഷമം ഉണ്ടാവും. വിഷമം ഇല്ലാണ്ടിരിക്കുക പോനെ, നീ അങ്ങനെയല്ലേ ചെയ്തത്? അതെ, എന്താ പേര്? സാലിഹ. ആ സാലിഹ, അങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഒരു വർത്താനം പറഞ്ഞിരിക്കട്ടെ. മോന്റെ പണി ജോലിയൊക്കെ എങ്ങനെയാ? ഇവിടെ തന്നെ അവിടെ വേറെ സ്ഥലത്താണോ? പണിയൊന്നും ആയിട്ടില്ല. ഞാൻ ഇപ്പൊ അടുത്ത ഓട്ട് കമ്പനിയിൽ കുറച്ച് ദിവസം പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോ അവിടെ പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് പണിയില്ലാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വന്നു. ഇപ്പൊ പണിയൊന്നും ആയിട്ടില്ല. ഞാൻ അന്വേഷിക്കുന്നുണ്ട്, ഒന്നും ശരിയായിട്ടില്ല. ഞാൻ അവിടെ വേണമെങ്കിൽ അന്വേഷിക്കാൻ പണി. എത്ര വരെ പഠിച്ചിട്ടുണ്ട്? ഞാൻ +2 ഒക്കെ കഴിഞ്ഞല്ലോ. അപ്പൊ എന്തെങ്കിലും ഉണ്ടാകും മൂത്തിപ്പി നോക്ക്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. മൂത്തിപ്പാക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അല്ല, നിന്റെ പേരെന്താ പറഞ്ഞെങ്കിൽ? എന്റെ പേര് സാലിഹ എന്നാണ്. അല്ല മോളെ, നീ എന്തിനാ അവനിക്കൊരു വിലയില്ല, കൂലിയില്ല. അവനെ വിശ്വസിച്ചിട്ട് നീ എന്തിനാ വന്ന്? അവന്റെ മുന്നിൽ പറയണ്ടെന്ന് വെച്ചിട്ടാണ്. നിനക്ക് വിഷമാകാനല്ല. നീ ഇത്തിരി കാശുള്ള വീട്ടിലത്തെ കുട്ടിയാണെന്നൊക്കെയാണ് ഇവിടുത്തെ മൂത്തുപ്പ വലിയ ഇതൊക്കെ പറഞ്ഞത്. അതുകൊണ്ട് പറഞ്ഞതാ. പക്ഷെ നിന്നെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്, പാവം തോന്നുന്നുണ്ട്. അല്ല, എങ്ങനെ നിങ്ങളെ ജീവിക്കുന്നത്? ഞങ്ങളിപ്പം വാടകയ്ക്കൊരു വീട് എടുത്തിട്ടാണ് മൊത്തം താമസം. ഇക്കാരൻ്റെ കൂട്ടുകാരൻ്റെ വഴിയിൽ ഒരു റെന്റിന് വീട് ഇട്ടിരുന്നു. അതിലാണ് ഇപ്പം ഞങ്ങൾ താമസിക്കുന്നത്. അല്ല, അപ്പൊ നിങ്ങൾ എങ്ങനെ ചിലവൊക്കെ കഴിയണേ? പണിക്കൊക്കെ പോകണ്ടാവേ? ഒരു പണിക്കും പോകില്ല, മടി പിടിച്ചിട്ടിരിക്കുന്ന കുട്ടിയത്. ഒറ്റ പണിക്ക് പോകില്ല. ഇവിടെയൊക്കെ വരും, ആദ്യമൊക്കെ വരും. ഇപ്പോഴൊന്നും അങ്ങനെ വരണില്ല. ഇപ്പൊ പിന്നെ നിന്നെയും കൊണ്ടുവന്ന കാര്യം തീരെയും വരവുണ്ടാവില്ല. ഒരു പണിക്ക് അവർ ഉമ്മ പറയും, എന്നും പറയും എന്നെ വിളിച്ചിട്ട്. അപ്പൊ ഞാൻ പറയും, നല്ല ചൂടുള്ള അടി കൊടുത്തിട്ട് പറഞ്ഞാക്കി, നിങ്ങൾ നേരം ചൂടുള്ളതും നല്ല നല്ല ഭക്ഷണം വെച്ച് കൊടുത്തിട്ട് മുന്നിൽ കൊണ്ടുവച്ച് കൊടുക്കും. നിങ്ങളെ മോനെ എന്തിനാ പോണ്? പിന്നെ നിങ്ങളുടെ മോനൊക്കെ പോകേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ, അത്യാവശ്യം ജീവിക്കാനുള്ളത് ഉണ്ടല്ലോ എന്ന് പറയും. ഇപ്പൊ കുടിയിലാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പൊ നിങ്ങൾ വാടകയ്ക്കൊന്നും പറയുന്നത്, വാടക കൊടുക്കണം, കുടുംബം കഴിയണം, എങ്ങനെ അതൊക്കെ വലിച്ചു പോണു? ഇപ്പൊ പണിക്ക് പോകാൻ മടിച്ചിട്ടൊന്നുമില്ല മൂത്തുമ്മ. ഓട്ട് കമ്പനിയിൽ കുറച്ച് ദിവസം പണിക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ അവിടെ ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെയാന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ പണിയുമില്ല. അത് കാരണം ടൈറ്റായി. അല്ലാണ്ട് മടിയായിട്ടൊന്നും ഇന്നവരെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. പിന്നെ പണ്ടത്തെ പോലെ ഇപ്പൊ ഇവിടെ വന്നു കണ്ടിട്ട് ഉപ്പാക്ക് ദേഷ്യം കാണും മനസ്സിലേ. ഇവിടെ വന്നു ആരെങ്കിലും പറയുമല്ലോ, പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പാക്ക് ദേഷ്യം. കുഴപ്പമൊന്നുമില്ല, അതാ കുറച്ച് ദിവസം അങ്ങനെ ഉണ്ടാവും. പിന്നെ ഇപ്പഴും മിണ്ടാട്ടൊന്നും ഇല്ല. അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും കാണുമ്പോ തന്നെ അങ്ങോട്ട് വർത്താനം പറയുള്ളൂ. ഇനിയിപ്പോ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ തീരെ മിണ്ടില്ല. അല്ല, അപ്പൊ മൂത്താപ്പാന്റെ കൃഷിയും കാര്യങ്ങളൊക്കെ എന്തായി? ഇപ്പൊ പണിക്കാരൊക്കെ ഉണ്ടോ അവിടെ? പണിയൊക്കെ നടക്കുന്നുണ്ടാ? കൃഷിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അത് പണിക്കാർ 2-3 ആൾക്കാർ ഏൽപ്പിച്ചിട്ടുണ്ട്. മരുന്നടിയും പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് അവിടെ. പിന്നെ നമ്മള് മരുന്നൊക്കെ മേടിച്ചു കൊടുത്താൽ മതി. പിന്നെ അവര് ഏക്കർ കണക്കാണല്ലോ പൈസ മേടിക്കുക. അപ്പൊ ഇടയ്ക്ക് ഞാൻ അവിടെ പോയി നോക്കും, കാര്യങ്ങളൊക്കെ നോക്കി വരും. അവിടെ മരുന്ന് അടിക്കാൻ പറ്റാത്ത അവിടെയൊക്കെ പോയി കാണിച്ചു കൊടുത്തിട്ടുണ്ട് പോലും. പണിക്കാരുണ്ട് ഒരാള്. അപ്പൊ അതൊക്കെ നോക്കുന്നുണ്ട്, കുഴപ്പമില്ല. എന്റെ മോളെ സ്വർണ്ണങ്ങളൊന്നും അല്ല, ഈ വരുന്നത് വന്ന് എനക്കുള്ള സ്വർണ്ണം എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരായിരുന്നില്ല? എന്തായാലും നീ വരുന്നത് തീരുമാനിച്ചതല്ലേ, അതെങ്ങനെ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇത്ര ബുദ്ധിമുട്ടുണ്ടാ? അല്ല മുത്തമ്മ, ഞാന് വരുമ്പോ ഇന്ത്യയില് കുറച്ച് അത്യാവശ്യം സ്വർണ്ണങ്ങളൊക്കെ ഉണ്ടായിട്ട് തന്നെ വന്നിട്ടുണ്ട്. കമ്മല്, വള, ബ്രേസ്ലെറ്റ് ഒക്കെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഓട്ട് കമ്പനിയിലൊക്കെ പണിക്ക് പോയതിന് ശേഷം നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒത്തിരി ബുദ്ധിമുട്ടൊക്കെ ആയപ്പം ഇതൊക്കെ വിറ്റിട്ടും പണയം വെച്ചിട്ടൊക്കെ ഞങ്ങൾ ചെലവ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിലെല്ലാം പോയതാണ്. അല്ലാണ്ട് ഞാൻ ഒന്നും ഇല്ലാണ്ട് വന്നിട്ടൊന്നുമില്ല. മൂത്തുമ്മ അങ്ങനെ പറഞ്ഞോണ്ടൊന്നും വിചാരിക്കണ്ട. ഇപ്പോ ഭാര്യയോട് സാലിയോടും പറയണം, വിഷമിക്കണ്ടെന്ന് പറയണം. അത് എന്ത് പറയണമെന്നും അറിയില്ല. എനിക്കൊക്കെ ഇങ്ങനെ പറയല്ലേ. അല്ല, എനിക്ക് മൂത്തുമ്മാനെ വെച്ച് എനിക്ക് അറിയാലോ. ഞാനും സാലിന്റെ അടുത്ത് പറഞ്ഞോളാം. മൂത്തുമ്മ ഇപ്പൊ മനസ്സിലൊന്നും വെക്കില്ല. അങ്ങനെ എന്തുണ്ടെങ്കിലും മുഖത്ത് നോക്കി സംസാരിക്കും. അപ്പൊ ഞാനത് സാലിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോ പറയാ, ചിലപ്പോ മൂത്തുമ്മ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ വിഷമമായിട്ടുണ്ടാവും. ചിലപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞ കാരണം അത് ഞാൻ പറയാം മുത്തുമ്മ. അത് ഒന്നാമത്തെ വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടത് എന്താ സംഭവം ഉണ്ടായി ഏതൊന്നും അറിയില്ല. അത് മുന്നിൽ തന്നെ ചാട്ടം കൂടുതലാണ്. അപ്പൊ അത് പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് കുഴപ്പമൊന്നുമില്ല. അത് സാലിയോട് പറയണം, വിഷമിക്കണ്ട പറയണം. അതെന്തെങ്കിലും പറഞ്ഞാലും വിഷമിക്കരുത്. ഞാൻ പറയാം.
അങ്ങനെ വരട്ടെ. നീ എങ്ങനെ എത്ര ദിവസം ജീവിച്ചെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇതൊക്കെ കയ്യില് വരെ നല്ല സുഖമായി ജീവിച്ച്. ഇപ്പൊ ഒന്നുമില്ല അല്ലേ? ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് എന്താ ലോകം? എന്താണ് ഇന്ന ശരീരാണെങ്കിൽ പണിയെടുത്ത് തന്നെ പോയിട്ട് നമുക്ക് വിശ്വാസമല്ല. എന്താ നീ എന്ത് കണ്ടിട്ടാ മോളെ? നല്ല സൂചിച്ച് വറ്റ് എല്ലിമ കുത്തിയപ്പോ നീ അങ്ങനെ വന്നതാകും. അതന്നെ ഞാൻ പറയണം. എന്താ ഇത്തിരി കാശുള്ള വീട്ടിലത്തെ കുട്ടികൾക്ക് കുട്ടിയല്ലേ നീ, അപ്പൊ ഇത്തിരി നിനക്ക് അല്ല വറ്റ് എല്ലുമ്പോ കുത്തിയിട്ടുണ്ടാവും. അതാണ് നീ അവനെ വിശ്വസിച്ചു വന്നത്. എന്ത് വിശ്വസിച്ചിട്ടാ നീ വന്നത്? ഇപ്പൊ ഇതൊക്കെ വെച്ചിട്ടല്ലേ ഇതുവരെ നിങ്ങൾ ഇന്ന് തിന്നത്. ഇനി നിങ്ങൾ എന്താ ചെയ്യാ? എല്ലാം മുത്തുമ്മ, ഇക്കാക്കൊന്നും അങ്ങനെ പണിക്ക് പോകാനുള്ളൊരു മടിയൊന്നുമില്ല. നിങ്ങള് എന്തെങ്കിലുമൊക്കെ പറയണത്? എനിക്ക് ഇങ്ങനെയൊക്കെ പറയാം. ഞാൻ നിന്നെ കുറ്റമൊന്നും പറയണില്ല, അവനെയും കുറ്റം പറയില്ല. ആ പെറ്റ തന്നെയും നളന്റെ വിഷമം ഞാനൊരു ഉമ്മല്ലേ, അതുകൊണ്ട് പറഞ്ഞു പോയതാ. അവരെന്തോരം വിഷമിക്കുണ്ടാവും അറിയോ? നിങ്ങൾക്ക് എന്താ ജാളി? ഇപ്പൊ കണ്ടില്ലേ അവരുടെ വേദനയാണ് നിങ്ങൾ ഇങ്ങനെ കിടന്ന് ഊരിക്കുന്നത്. ഇതുവരെ ആ കുട്ടീനെ ഞാൻ എന്തോ ഒരു പരിപാടിക്ക് പോയിട്ടേ എന്റെ മാപ്പിള എന്ന് പറയുന്ന ആളെ കണ്ടിട്ടുള്ളൂ. ഈ മൂത്തുമ്മയും മൂത്തുപ്പയും മൂത്തുമ്മന്റെ മക്കളെയും ഇതുവരെ നന്റെ കെട്ടിയവൻ പറയുന്ന ഒരാള് ഞങ്ങളെ കണ്ടിട്ടില്ല. ഇന്നേ വരെ ഓർക്കാത്ത മക്കളാണ്. എന്താ ഇപ്പൊ പെട്ടെന്ന് വന്നേ? അത് ഇക്കാനെ മൂത്തിപ്പ കണ്ടിട്ട് ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾക്കിപ്പോ അവിടെ വാടകയ്ക്ക് കൊടുക്കാനും പൈസ ഇല്ല, എന്നൊരു ലോണും കൂടി ഉണ്ട്. അപ്പം ഇക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നാല് മൂത്തപ്പാൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പൈസ എന്തെങ്കിലും മേടിച്ചിട്ട് പോകാന്നൊക്കെ. അത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ എന്താണെന്ന് വേണ്ടിയിട്ട് ക്ഷണിച്ചതല്ലേന്ന് വെച്ചാൽ. അത് ഇക്കാനെ മൂത്തിപ്പ കണ്ടിട്ട് ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞങ്ങൾക്കിപ്പോ അവിടെ വാടകയ്ക്ക് കൊടുക്കാനും പൈസ ഇല്ല, എന്നൊരു ലോണും കൂടി ഉണ്ട്. അപ്പം ഇക്കാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ വന്നാല് മൂത്തപ്പാൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പൈസ എന്തെങ്കിലും മേടിച്ചിട്ട് പോകാന്നൊക്കെ. അത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ എന്താണെന്ന് വേണ്ടിയിട്ട് ക്ഷണിച്ചതല്ലേന്ന് വെച്ചിട്ട്. അതാണല്ലേ വന്ന ഐഡിയ. ഇപ്പൊ പിടുത്തം കിട്ടി. ഇത്ര നേരം എനിക്ക് കിട്ടിയില്ല. ഞാനൊരു പൊട്ടത്തി പോലെ നിന്ന്. ഇപ്പൊ നിങ്ങൾ വന്ന ഐഡിയ എനിക്ക് കിട്ടി. എനിക്ക് ലോൺ ഉണ്ട്, വീട് വാടക കൊടുക്കാനില്ല അല്ലെ? അപ്പൊ മൂത്രപ്പ കണ്ടപ്പോ വരാൻ പറഞ്ഞു. ഇതാണ്. അല്ലാണ്ടൊന്നും ഞങ്ങളെ ഓർമ്മ ഉണ്ടാവൂല. നിന്നെ കുറ്റം പറയാറില്ല, നീ ഇപ്പൊ വന്നിട്ടല്ലേ ഉള്ളൂ. അല്ലാണ്ടൊന്നും ഞങ്ങളെ കണ്ടിട്ടില്ലവേ. അവനെ ഞങ്ങൾക്കും അങ്ങനെ അറിയില്ല. പിന്നെ അനിയന്റെ മോനല്ലേന്ന് വെച്ചിട്ട് എവിടെയെങ്കിലും വെച്ചിട്ട് ആ മൂത്തുമ്മ അതോടെ ശരിയല്ലേ, ഞങ്ങളെ വീട്ടിൽ അവര് വരാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എന്തെങ്കിലും ഇപ്പൊ ആവശ്യം വന്നപ്പോ വന്നു. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ. അതെ, എനിക്ക് ഇവിടെ നിൽക്കിട്ടാ, ഇപ്പൊ വരാം. മോനൊരു കാര്യം ചെയ്യും, നല്ലതിൽ പണിക്കൊക്കെ പോയി നല്ലതിലൊക്കെ ഇപ്പൊ വാടകയ്ക്കല്ലേ താമസിക്കുന്നത്. അപ്പൊ അന്നാട് കൊണ്ടുവന്നത് എന്തായാലും കുടുംബം കയ്യിലോ ഒരു വീട്ടിലിപ്പോൾ 2 പേര് പണിക്ക് പോയാൽ തന്നെ ജീവിക്കാൻ പറ്റില്ല. ആ കണ്ടീഷനാണ്. അപ്പോൾ നല്ല ജോലിക്കൊക്കെ പോയി 10 റുപ്യ ഉണ്ടായി, അല്ല വീട് സ്ഥലം എന്തെങ്കിലും വാങ്ങി എല്ലാവരും വരും. മക്കളുടെ അടുത്ത് എല്ലാവരും വരും, എല്ലാവരും ഉണ്ടാവും. ഈ 10 റുപ്യ ഇല്ലെങ്കിലാണ് എല്ലാവർക്കും ഭയങ്കര അവൻ അങ്ങനെ വിളിച്ചുകൊണ്ടില്ലേ, അവൻ ഇങ്ങനെ പോയില്ലേ, അവൻ നന്നാവില്ല, അവൻ അങ്ങനെയാണ് കുടുംബക്കാർ പറയുന്നത്. അതൊന്നും നമ്മൾ വഴവയ്ക്കരുത്. നമ്മൾ നമ്മുടെ വായുണ്ട്, നമ്മുടെ കാര്യം കൊണ്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 10 റുപ്യ ഉണ്ടാക്കുകയും ചെയ്യാം, നല്ലത് ജീവിക്കുകയും ചെയ്യാം. മോൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പം എല്ലാവരും തന്നെ വരും വീട്ടിലേക്ക്. അതെ, ഒന്നിങ്ങോട്ട് വന്നേ, കുറച്ച് കാര്യം പറയാനാ. എന്ത്? ഇങ്ങോട്ട് വാ, ഒരു കാര്യം പറയാനാ. പറയേ. എന്തേ? പറയ്. അതെ, ആ ചെക്കൻ വന്നത് എന്തിനാന്നറിയോ? പൈസ ചോദിക്കാൻ വന്നിക്ക. ആ പെൺകുട്ടി പറഞ്ഞതാണ്, കുറിയുണ്ട്, പിന്നെ വാടക കൊടുത്തിട്ടില്ല, വാടകക്കാരൻ വന്ന് പൈസ ചോദിച്ചു മൂത്തുമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചായിട്ട് പണിയില്ല. അവളുടെ ഇതൊക്കെ ഉണ്ടത്ര, എന്തൊക്കെയോ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അതൊക്കെ വിറ്റിട്ടാണ് ഇപ്പോൾ ഇരുന്ന് ഫുഡ് അടിച്ചതൊക്കെ. ഇപ്പോൾ ഒന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ മാസം വാടക കൊടുത്തിട്ടില്ല, ഈ മാസം വാടക ആകാനായി. പിന്നെ ഒരു കുറിയുണ്ട്. അപ്പോൾ അങ്ങനെ മൂത്തുപ്പ നാൾ കണ്ടപ്പോൾ വിളിച്ച് അങ്ങനെ വന്നിക്കാണെന്ന് പറയുന്നത്. അപ്പോൾ എന്താ ചോദിക്കാൻ വന്നിക്കാണ്. പൈസ ഒന്നും കൊടുക്കണ്ട കേട്ടാ, ടൂറിന് പോകാനുള്ള കാശാണ്. അത് നേരത്തെ കൊടുത്തതിൻ്റെ സ്വഭാവം നിങ്ങളറിയും. ചോദിച്ചിട്ടൊന്നുമില്ല കാശ്. ചോദിക്കും, അതിന് അന്നാണ്. അല്ലാണ്ട് ഇതുവരെ നിങ്ങളെ അനിയനമ്മ വന്നിട്ടുണ്ട് ഇവിടേക്ക്. മൂത്തുപ്പാന്ന് കാശനെ കാട്ടിട്ട് വന്നത് എന്തോ ഒരു വിളിച്ചപ്പോ വന്നാണ്. ആ പെൺകുട്ടിയുടെ വർത്താനത്തിൽ എനിക്ക് കിട്ടിയതാ. വാടക കൊടുത്തിട്ടില്ല, കുറി അടച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ പറഞ്ഞത്. അതുകൊണ്ട് കാശ് വല്ലതും ചോദിച്ചാൽ കൊടുക്കാൻ നിൽക്കണ്ടട്ടാ. അത് പറയാൻ വേണ്ടിട്ട് നിങ്ങൾ വിളിച്ചാണ്. ശരി, മെല്ലെ പറയാം, കേൾക്കും. ഇല്ല, അവൻ കേൾക്കില്ല. കേട്ടാലും എനിക്ക് വലിയ കാര്യമൊന്നുമില്ല. എന്തപ്പോ അത്. അതെ, പൈസ കൊടുത്തെന്ന് അറിഞ്ഞാലും
ശരിയെന്ന് അതിൽ നമുക്ക് കേൾക്കണ്ടാച്ചിട്ട് ഞാൻ മെല്ലെ പറയാൻ പാടുന്നത്. അവൻ അടിക്കുന്നത് കണ്ടില്ല, ഏത് റൂമിൽ ഇപ്പുറത്ത് നിൽക്കുന്നത്. എന്നാ വാതിലടച്ചിട്ടുണ്ടല്ലോ. എന്നാലും കേൾക്കില്ല അവിടുന്ന്. കേട്ടാലും എനിക്കൊരു വലിയ കാര്യമൊന്നുമില്ല. ഇപ്പൊ അവൻ്റെ ചിലവിലല്ലേ ഇപ്പൊ ഞാൻ കഴിയുന്നത്. ഇതുവരെ ഇല്ലാത്തതാണ് ഇപ്പോൾ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കേട്ടാ, ടൂറിന് പോകാൻ നമുക്ക് അത്യാവശ്യം ചിലവുണ്ട്. ഒരാഴ്ചത്തെ ടൂറാണ്, അത്യാവശ്യം കാശ് വേണം. അതൊന്ന് മാത്രം എടുത്ത് കൊടുക്കുക നീ ചെയ്താൽ ട്ടാ. ശരി എന്നാ. അതെ മുത്തപ്പാന്റെ അടുത്ത് പിന്നെ ഞാനൊരു കാര്യം കൂടി ചോദിക്കാൻ വേണ്ടി വന്നതാ. അത് ഈ മാസമായിട്ട് വീടിന്റെ വാടകയും അതുപോലെ തന്നെ ഒരു കുറി പൈസയും അടയ്ക്കാനുണ്ടേ. മുത്തപ്പാനത്തെ ഒരു 6000 രൂപ അങ്ങനെ ഉണ്ടാവും കടയിട്ട്. ഞാൻ പണിക്കൊക്കെ പോയിട്ട് ഉണ്ടെങ്കിൽ തരാം. പെട്ടെന്ന് ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാല് ഞാനിപ്പോ എന്താ പറയാ, പാടത്ത് കൊറേ പൈസ ഇറക്കിയിരിക്കുക. മരുന്നടിയും ഈ വളം ഉണ്ടല്ലോ, പണിക്കാർക്ക് ചെലവും ഇതൊക്കെ ആയ കാരണം കാശ് കംപ്ലീറ്റ് പോലെ 2 ലക്ഷത്തോളം ഇറങ്ങി. ഇപ്പൊ എന്റെ കയ്യിലൊന്നുമില്ല. കൂലി കൊടുക്കുന്ന പൈസയാണ് ഞാൻ മുക്കിയിട്ട് അവിടെ നിന്ന് റോൾ ചെയ്തിട്ടാണ് ഇപ്പൊ കൊടുക്കണത്. പാടത്ത് പണി കഴിയണം പൈസ ഒക്കെ റെഡി ആണെങ്കിൽ. അത് ഞാൻ എന്താന്ന് വെച്ചാല് കുറച്ച് ദിവസമായി പണിയില്ലാഞ്ഞിട്ട്, അപ്പൊ കിട്ടിയ പൈസയൊക്കെ വീട്ടു സാധനങ്ങൾക്കും അരി അതൊക്കെ വാങ്ങിയ കാരണം പിന്നെ പണിയും ഇല്ല. പിന്നെ ആലോചിച്ചത് നാളെ ആ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ വാടകക്കാരൻ വരും. അപ്പം അയാൾക്കും പൈസ കൊടുക്കണോ, പിന്നെ ഒരു കുറിയും ഉണ്ട്, അതും പൈസ കൊടുക്കണം. ഒരു 6000 രൂപ നാളത്തേക്ക് അത്യാവശ്യമായിട്ട് വന്നപ്പോൾ മൂത്തുപ്പാനത്തൊന്ന് ചോദിച്ചു നോക്കാൻ വെച്ചിട്ട് വന്നതാ. ഇല്ലെങ്കിൽ കുഴപ്പമില്ല. ഇപ്പോൾ എന്ത് ചെയ്യാ, ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ഇപ്പൊ പെട്ടെന്ന് ചോദിച്ചാൽ കാശില്ലാത്തോണ്ടാണ്. ഇല്ലാത്ത കാരണമാണ് ഇപ്പൊ പെട്ടെന്നാണ്. ഇപ്പൊ പാടത്ത് പണി ഇതൊക്കെ ആയതുകൊണ്ടാണ്. ഉള്ള സമയത്ത് പിന്നെ ചോദിക്കാൻ പിന്നെ ആരും ഉണ്ടാവില്ലല്ലോ. എന്താ ചെയ്യപ്പോ? ഇല്ല അത് കുഴപ്പമില്ല. ഞാൻ വേറെ എവിടെന്നെങ്കിലൊക്കെ ആരത്തെങ്കിലും ചോദിക്കാന്ന് വെച്ചാൽ ആരത്തെ ചോദിക്കാനും പറ്റില്ല. ആരത്തും ഇല്ല. ചോദിച്ചാലും തരുന്നില്ല, വിശ്വസിച്ച് തരുന്നില്ല. പിന്നെ കുഴപ്പമില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും നോക്കട്ടെ. അത് കുഴപ്പമില്ല കേട്ടാ. ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചെന്നുള്ളൂ മുത്തപ്പാടത്ത്. എന്നാ പിന്നെ ഞങ്ങളൊന്ന് ഇറങ്ങട്ടെ. എന്നാ സാലിക്കുട്ടി എവിടെ? സാലി വായു, നമുക്കെന്നാ ഇറങ്ങാം. വന്നിട്ട് കുറച്ചായില്ലേ, ലേറ്റ് ആയി. പിന്നെ അപ്പൊ ബസ്സൊക്കെ പിടിച്ച് അവിടെ എത്തണ്ടേ, സമയമായി. കോട്ടേട്ടാ, ശരി. ശരി. ശരി എന്നാ. ശരി. നീ എന്ത് പണി ചെയ്തു? എന്ത്? ഞാൻ കാശിന് കൊടുക്കണ്ട പറഞ്ഞു. അവർ ഇത്ര ആദ്യമായിട്ടില്ല ഇങ്ങനെ ചോദിക്കുന്ന ഒരു സഹായം. നമ്മളില്ലാണ്ട് പിന്നെ ആരെ സഹായിക്കുള്ളത്? നീ ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഇല്ലയെന്ന് ഞാൻ പറയുന്നത്? ഞാൻ പറയാൻ പാടുമോ? പെട്ടെന്ന് വിളിച്ചിട്ട് നീ ഇല്ലയെന്ന് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് പറയുകയും ചെയ്തു. എനിക്ക് ഭയങ്കര സങ്കടമായി. ഒരു സങ്കടവും വരണ്ട, അവർക്ക് അങ്ങനെയൊക്കെ വേണം. ഇതുവരെ നമ്മളെ വീട് ഇങ്ങനെ തെരഞ്ഞു വന്നിട്ടുണ്ടാ? ഇപ്പൊ എന്താ വരാൻ കാരണം? എന്നാ പറഞ്ഞിട്ടില്ലെങ്കിൽ നീ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടാവും. അവരെ അനുഭവിക്കണം. അതെ, ആരുടെ ആയാലും ഉമ്മാടെയും ഉപ്പാടെയും വാക്ക് തെറ്റിച്ച് പോണ മക്കൾക്ക് ഇത്തിരി അലച്ചിൽ കൊടുക്കണം. കൊടുത്തില്ലെങ്കിൽ പിന്നെ ഈ ദുനിയാവേണ്ട ഉണ്ടാവില്ല. എല്ലാവരും തന്നെ ആകുള്ളൂ. എല്ലാം പോയത് സുഖവും സൗകര്യം കിട്ടുമോ? വീട്ടിലത്തെ സുഖവും സൗകര്യം ഒന്നും എവിടെയും കിട്ടില്ല. അപ്പൊ അവരൊന്ന് പടച്ചവും വലപ്പിക്കുമോ? എന്താ അത്രയും അതാണ് പൊരിച്ചലാണ്, വേദനയാണ് ആ മക്കൾക്ക് കിട്ടുന്നത്. അപ്പൊ നിങ്ങളും അവരുടെ ഉമ്മാക്കും ഉപ്പാക്കൊന്നും ഇല്ലാത്തപ്പോൾ നിങ്ങൾക്ക് വേണ്ട വിഷമം അതന്നെ ഞാൻ കൊടുക്കണ്ട പറഞ്ഞത്. പിന്നെ നമ്മൾ പോകുക, നമുക്ക് ഒരാഴ്ചത്തേക്ക് പൈസ വേണം. അതാണ് 10,000 കൊടുത്തോണ്ട് നമ്മൾ പോക്കും മുടക്കൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്ക് വരുമല്ലോ, നിങ്ങൾ അനിയന്റെ മോനല്ലേ. എന്തായാലും എനിക്ക് അറിയാം. പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നത് എനിക്കറിയാം. നിങ്ങൾ ആവശ്യമില്ലാത്ത നിൽക്കണ്ടട്ടാ. ഇനിയിപ്പോ നിങ്ങൾ ആ അനിയനെ അറിയുമ്പോ അതിന് മക്കിട്ട് കയറി വരും കൊണ്ട് ഞങ്ങളെ ഉപേക്ഷിക്കണം. നിങ്ങളെന്തിനാ വിളിച്ച് അത് ചെയ്ത് ഇത് ചെയ്ത് പൈസ ഒക്കെ കൊടുത്തിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ വന്ന് 4 ചാട്ടം ചാടിയാലേ എന്നെ കൊണ്ട് പറ്റൂല കേട്ടോ ഒരു മറുപടി പറയാന്. പറഞ്ഞില്ല അത് വേണ്ട. അതെ, എനിക്ക് വല്ലാതെ വിഷമമായി. നിന്നെ ഒന്നാമത് പറഞ്ഞിട്ട് കാര്യം എന്തെങ്കിലും ഒരു ഇടംകൊലിട്ടിട്ട് ഓരോ കാര്യങ്ങൾ മുടക്കുകയും ചെയ്യും. എന്തോരം പറഞ്ഞാലും മനസ്സിലാവില്ല. നല്ല സാലിക്കുട്ടി, മൂത്തുമ്മ ഉള്ളിക്ക് വിളിക്കണ്ടായിരുന്നല്ലോ, എന്തേലും പറഞ്ഞ? ഒന്നും പറഞ്ഞൊന്നുമില്ല. അവര് എങ്ങനെയാണ് സ്വഭാവം? മൂത്തുമ്മാന്റെ സ്വഭാവമൊക്കെ ഏറെക്കുറെ അങ്ങനെയാ. എന്താ പറയണം, എന്താ വലിയ തെറ്റായിട്ട് എന്നുള്ള രീതിക്കൊക്കെ പറയുന്നത്. വെട്ടിമുറിച്ച പോലെ പറയും. എന്തുണ്ടെങ്കിലും നോക്കി പറയും. എനിക്ക് മുന്നേ അറിയാം. പക്ഷെ ശാലിക്കടുത്ത് മൂത്തുപ്പ അപ്പോഴും പറഞ്ഞു, മോനെ മൂത്തുമ്മാന്റെ സ്വഭാവം നിനക്കറിയാം, ശാലിക്ക് അറിയില്ല, നീ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഒന്ന് വിചാരിക്കണ്ട കേട്ടാ, മൂത്തുമ്മാന്റെ സ്വഭാവം അങ്ങനെയാ.
നിങ്ങളാ പൈസന്റെ കാര്യം മുത്തപ്പനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പൈസന്റെ കാര്യം ഞാൻ ചോദിച്ചപ്പോൾ മൂത്തപ്പ പറഞ്ഞെന്താ വെച്ചാൽ ഇപ്പോൾ കൃഷിയിൽ വളവും പിന്നെ അതുപോലെ തന്നെ നല്ല പാടത്ത് പണിയൊക്കെ തുടങ്ങണേ. അപ്പോൾ എല്ലാ പൈസ അതിൽ ഇട്ടിരിക്കുകയാണ് അത്രേ. നമ്മൾ ചോദിച്ച സമയം ശരിയല്ല, മൂത്തപ്പാടത്തില്ല. ഞാൻ കുഴപ്പമില്ല, ഞാൻ ഇടയിലൊക്കെ അന്വേഷിച്ച് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. മൂത്തപ്പ അങ്ങനെ പറഞ്ഞു. അത് നിങ്ങള് മുത്തപ്പന്റെ നമ്പർ ഇത് അവരല്ലേ വോയിസ് വിട്ടിട്ടുണ്ട്. ഒരിക്കലും ചായ എന്തെങ്കിലും എടുക്കട്ടെ. ആ മൂത്തപ്പ എപ്പോഴും എന്ത് മെസ്സേജ് എന്താ വിട്ടിക്കണേ? ഒരു മൂത്തപ്പ എന്നിട്ട് മെസ്സേജ് അയച്ചപ്പോ എന്താ വോയിസ് വിട്ടിക്കണേ? നോക്കട്ടെ. അതെ, ഞാനൊരു 10,000 റുപ്യ മോന്റെ അക്കൗണ്ടിൽ അയച്ചിട്ടുണ്ട് കേട്ടാ. അത് അവിടെ ഉള്ള കാരണം അവള് പെട്ടെന്ന് ഇല്ലാന്ന് പറഞ്ഞത് സംബന്ധം അറിയോ. എന്റെ കയ്യിൽ കാശുണ്ടായിരുന്നില്ല, പുറത്ത് വേറെ റെഡിയാക്കിയിട്ട് ഞാനിപ്പോ അക്കൗണ്ടിൽ നിന്ന് വേറെ ആളുടെ അക്കൗണ്ടിൽ നിന്ന് അയക്കാൻ പറഞ്ഞതാ. അതാട്ടെ മോനെ. അപ്പൊ വേറെ ഒന്നും വിചാരിക്കരുത്, പൈസ അയച്ചിട്ടുണ്ട് കേട്ടോ 10,000. ആ ശരി. മുത്തപ്പ 10,000 അയച്ചിട്ടുണ്ട്. മുത്തപ്പാക്ക് വേറെ ആരോ പൈസ എന്തോ കൊടുത്തപ്പോ മൂത്തപ്പ അതിങ്ങോട്ട് അയച്ചതാണ്. മൂത്തപ്പാടത്ത് ഉണ്ടെന്നുണ്ടെങ്കിലും മൂത്തപ്പ ഉറപ്പായിട്ട് തരും. മാഷാല്ലാ, നല്ല കാര്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ തന്നെ എന്താ വീടിന്റെ അവര് വന്ന് തിരിച്ചു പോയിണ്ടാവും. നമുക്ക് നാളെ ഓണറിന്റെ അടുത്ത് കൊടുത്തിട്ട് റെന്റ് പൈസയും ആ കുറി പൈസയും കൊടുത്തേക്കിട്ടാ. ഇങ്ങനെയൊക്കെ ജോലി റെഡി അടുത്ത മാസം ആകുമ്പോഴത്തേനും ഇക്കാക്കൊരു ജോലി റെഡിയാവും. ഇൻഷാല്ലാ. എന്തായാലും അല്ലേ, നല്ല കാര്യല്ലേ കുറച്ചനെ. ശരി, ഞാൻ ചായ എന്തെങ്കിലും ചായ സന്തോഷം സമാധാനമായത്. മാഷാ അല്ലാ.